സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം. കോവിഡിന്റെ ഉപവകഭേദം JN1 ആണ് വ്യാപിക്കുന്നത്. ഇന്നലെ 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സാഹചര്യവും നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ഉപവകഭേദമാണ് അത് ഇവിടെ കണ്ടെത്തിയെന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കുറേ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇത് ഉണ്ട്. പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. എക്കാലത്തേതും എന്നതുപോലെ തന്നെ നമ്മൾ അതിനെ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ പരിശോധിച്ചപ്പോൾ ഈ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ടതില്ല. ഐശ്വര്യ അനിൽ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഐശ്വര്യ, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്താണ് പൊതുവിലെ സാഹചര്യം? ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന കൂടുതലായുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 302 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒപ്പം 4 മരണം കോവിഡ് മൂലമാണ് എന്നുള്ള സ്ഥിരീകരണവും അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോവിഡിന്റെ പുതിയ വകഭേദം, അതായത് ചൈനയിൽ വ്യാപിച്ച കോവിഡിന്റെ പുതിയ വകഭേദം JN1 ആണ് കഴിഞ്ഞ ദിവസം 79-കാരനായ തിരുവനന്തപുരം സ്വദേശിക്ക് ബാധിച്ചതെന്നുള്ള സ്ഥിരീകരണം വന്നതോടുകൂടിയാണ് സംസ്ഥാനത്ത് വീണ്ടും അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് പനി കണക്കുകളുടെ അല്ലെങ്കിൽ പനി കേസുകളുടെ എണ്ണം വളരെ വലുതായിരുന്നു. ഒപ്പം തന്നെ രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 89% സംസ്ഥാനത്ത് തന്നെ ഉള്ളതായിരുന്നു എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സ്വാഭാവികമായും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ സാഹചര്യം ഉണ്ടായത് ഈ കൂടുതൽ പേർക്ക് പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പരിശോധന കുറവായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ കോവിഡ് കണക്കുകൾ വരാൻ അല്ലെങ്കിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടാവാത്തത്. എന്തായാലും അതിലും ഇനി നിരീക്ഷണം ശക്തമാക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരീക്ഷണം ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രകാരം തന്നെ സംസ്ഥാനത്തും ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ശരി.